ഇന്നെന്തോ പരിപാടി? നൂഡിൽസ് ആൻഡ് മോമോസ്. ഇന്ന് ഏതാ പരിപാടി തന്നെ? ഇന്ന് ഹിന്ദിക്കാരി മരുമകളുടെ ചാനലിലെ ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ഞങ്ങൾ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിപാടി. ദിവസേനയോ അല്ലെങ്കിൽ 2 ദിവസത്തിലോ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ഫുഡ് വാങ്ങിച്ചിട്ട് ആ ഫുഡ് ഐറ്റംസ് നോർത്ത് ഇന്ത്യയിലെല്ലാം ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഞങ്ങൾക്ക് തോന്നുന്ന രുചി നിങ്ങൾക്ക് പറഞ്ഞു തരും. അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നോക്കുക. ഇന്ന് അങ്ങനെ നമ്മൾ 2 ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തുവാ? ഇതാണ് വെജ് ചൗമീൻ. ഇത് വെജ് ചൗമീൻ. പിന്നെ ഇതെന്തോ ഈ വെജ് സ്റ്റീം മോമോസ്. എന്തോ വെജ് സ്റ്റീം മോമോസ്. എനിക്കും അറിയാം, പക്ഷെ ഒന്നും ഒരു രസകരമാക്കാം. ഈ സ്റ്റീം മോമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പണ്ട് കുഴക്കട്ട നിങ്ങൾ പലരും തിന്നാണോ അതാണ് കൊണ്ടൊരു സാധനം. ഇതാണ് സ്റ്റീം മോമോസ്. അന്നേരം ആദ്യം നമുക്ക് സ്റ്റീം മോമോസ് കഴിക്കാം. ഈ സാധനത്തിന് ഞാൻ ഇങ്ങനെ തൽക്കാലം സൈഡിലോട്ട് മാറ്റാം. ഇവിടെ ചെയ്യാം. ഇങ്ങോട്ട് ഈ ഇത് എത്ര രൂപ? 80 രൂപ കണ്ടാകും. 80, അതാ 80. ഇത് ഈ സാധനം 80 രൂപയ്ക്ക് ഞാൻ കേട്ടെ. ഇതാണ് ചമ്മന്തി, റെഡ് ചില്ലി ചമ്മന്തി. ഇത് മയോനീസ്. അതിനുശേഷം ഇത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ കുഴക്കട്ടയുടെ കണക്കുള്ള ഒരു സാധനമാണ്. അത് നമുക്ക് ഡിസെക്ഷൻ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്തുവാന്ന്. ആദ്യം ഇപ്പൊ നോക്കാം. 1, 2, 3, 4, 5, 6 6 ഉണ്ട്. 6 ഇതും ഇതിനും കൂടാണ് 80 രൂപ. ഒന്ന് അടുത്തോട്ടൊന്ന് എന്തോന്ന് ചെയ്ത പ്ലേറ്റ് ഒന്ന് കാണിച്ചേ. ഞാൻ ഇത് കാണിക്കുകയാണ്. എന്തൊക്കെയുണ്ടെന്ന് ഇത് ഇങ്ങോട്ട് മാറ്റിയത് പിന്നെ തിന്നെ നമുക്ക് ഒന്ന് നോക്കാം എന്തൊക്കെയാണ്. മുട്ടക്രോസ്, ഗ്രീൻ ചില്ലി, ഇഞ്ചി ഇതിനകത്ത് ഇടും. ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കട്ടെ. ഇത് മുട്ടക്രോസ് ആണെന്ന് തോന്നുന്നു. അയ്യോ, ഇതിനകത്ത് ഒന്നുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശകലം മൈദ മാത്രം ആവുമ്പോൾ 6 തന്നിട്ട് 80 രൂപ വാങ്ങിച്ചു. ഇത് നോക്കേ, ഇതിനകത്ത് എന്തുവാന്ന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ. ഇതിന് 50 പൈസയിൽ കൂടുതൽ ഇതിനായി കാണത്തില്ല. പുഴുങ്ങിയതാ, എണ്ണ പോലും ഇല്ല, മൈദ. അതിനുശേഷം ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് താണ്ട് ഇത് മുട്ടക്രോസ് തന്നെയാന്ന് തോന്നുന്നു. മുട്ടക്രോസ് ഇല്ലേ? ക്യാബേജ്, ഗ്രീൻ മിർച്ചി ഇതിനകത്ത്. ഇതാണ്ട് ഇതിനകത്ത് പച്ചമുളകിന്റെ പേര് താണ്ട് ഇത് മാത്രമാണ്. ഇതൊരെണ്ണം താണ്ട് ഇവിടെ കണ്ട് നോക്കുമ്പോൾ എന്നിട്ട് സത്യം പറഞ്ഞ മസാല മാത്രമാണ് ഇതിനകത്ത്. ഒരു ഇച്ചിരി ഇതെന്ന് പറഞ്ഞാൽ 25 പൈസ ക്യാബേജ് ഇവിടെ 20 രൂപ കിലോ ആയപ്പം. എനിക്ക് തോന്നുന്നില്ല ഇത് 25 പൈസയുടെ ക്യാബേജ് എങ്കിലും ഇതിനുണ്ടോന്ന്. ഈ സാധനവും ഈ ഇരിക്കുന്ന 2 കുണാപ്പും തന്നിട്ടാ 80 രൂപ വാങ്ങിച്ചത്. പക്ഷെ ഇനിയാണ് അതിൻ്റെ മെയിൻ കാര്യം. ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അങ്ങോട്ടൊന്ന് നിൽക്കൂ. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ്. ഇത് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിതുണ്ടായത് മൈദ കുഴച്ച് ഡംപ്ലിംഗ് പോലുണ്ടായി അതിനകത്ത് വെക്കുന്നതാ. അതിൻ്റെ റെസിപ്പി ഇയാളൊന്ന് വിട്ടിൽ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നത്. ആദ്യം ഞാനിതൊന്ന് കഴിച്ചു നോക്കാം. കഴിച്ചിട്ട് ഇന്ന് എന്തോന്ന് പറയാം. നമ്മുടെ ഇത് ഇങ്ങനല്ല തിന്നുന്നത്. പക്ഷെ ഇതിങ്ങനെ തിന്നല്ല ഇനി പറ്റത്തുള്ളൂ. ഇത് ഇങ്ങനെ എടുത്തിട്ടതാണ്. എൻ്റെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട്. ഇങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഒരു ബൈറ്റ് ഞാൻ പറയട്ടെ. ഇത് ഇങ്ങനെ പേടിച്ച് പിന്നെ ഇത് റെഡ് ചില്ലി ചമ്മന്തിക്കകത്ത് ഇട്ട് ഇങ്ങനെ തിന്നണം. ഇതിന് പല പേരുകളുണ്ട് ഈ സാധനത്തിന്. പിന്നെ ഇതിനകത്ത് ഒത്തിരി മിർച്ചിയുണ്ട്. ഏരിയും അതെന്ന് പറഞ്ഞാൽ മുളക് ചമ്മന്തിയാ. ചുമന്ന മുളകെല്ലാം കൂടെ വഴറ്റിട്ട് ആസിഡിറ്റിയും വരും. മാറ്റിക്കാൻ വേണ്ടിയായത് മയോണീസ് കൊടുക്കുക. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഹെൽത്തി ആയിട്ട് എല്ലാവരും പറയുന്നു. ഇവിടെയൊക്കെ ചിലർ പറയും മോമോസ് ഹെൽത്തിയാ പിള്ളേർക്ക് കൊടുക്കണമെന്ന്. പക്ഷെ ഇതിനകത്ത് യാതൊരുവിധ സാധനങ്ങളും ഹെൽത്തി ഇല്ല. 90% ഇത് മൈദയാണ്. 90% മൈദ എത്ര നല്ല ശരീരത്തിന് എത്ര കൊള്ളത്തില്ലെന്നൊന്നും ഞാനിപ്പം പറയുന്നില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ. ഈ മയോനീസ് എന്ന് പറയുന്ന എണ്ണ വെച്ചുണ്ടാക്കുന്ന ഒരു സ്ഥലം സോസാണ്. ടൊമാറ്റോ സോസിന് കണക്കാൻ ഇത് മയോനീസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഹെൽത്തി സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിലായിരിക്കും ഇത് വരുന്നത്. അങ്ങനെ ഇത് പിന്നെ പച്ചമുളകൊന്നുമല്ല, 1 തരം മുളക് പൊടി ഇട്ട് കലക്കി ചമ്മന്തി തിന്നു കഴിഞ്ഞാൽ ഇല്ലാത്തവർക്ക് ആസിഡിറ്റി അസുഖങ്ങളും വരും.
അക്കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു സാധനവും ഹെൽത്തി ഇല്ല. പക്ഷേ ഇത് ഹെൽത്തി ഫുഡെന്നും പറഞ്ഞുകൊണ്ടാണ് വിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എണ്ണയില്ല, വറുക്കുന്നില്ല. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോരുത്. പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നോക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതിനകത്ത് അജിനാമോട്ടോ ഇട്ടിട്ടുണ്ടോ? അജിനാമോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ പേരിൽ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതൊരു തരം കെമിക്കലാണ്. മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. മോണോസോഡിയം എന്തോ MSG. അന്നേരം അതിന് ഒരു തരം കെമിക്കലാണ്. ഈ ചപ്പായി പോകുന്ന ആഹാര സാധനത്തെ അത് മിക്സ് ചെയ്യുമ്പം നമുക്കത് അത് പക്ഷെ ആ അഴുക്കായ ആഹാരം തിന്നുമ്പോൾ നമുക്ക് തോന്നും അത് ഏതാണ്ട് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അങ്ങനെ നമ്മുടെ തലച്ചോറിൽ പ്രത്യേക രീതിയിൽ പ്രവർത്തിപ്പിക്കും അത്. എല്ലാ ചൈനീസ് ഫുഡിന്റെയും ഒരു പ്രത്യേക ഘടകം അത്. ഇറ്റ്സ് എ മസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അവന്മാരെല്ലാത്തിനകത്തും അത് ഇടും. അത് പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. അതുകൊണ്ട് ആലോചിച്ചുകൊണ്ട് വേണം തിന്നുന്നത്. ഞങ്ങൾ തിന്നും, എല്ലാവർക്കും ദോഷം ചെയ്യും. എനിക്ക് തന്നെ ഹെൽത്തിന് ഇപ്പം ഇത് ഈ ദിവസം തിന്നുന്ന ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തോ കഴിച്ചാലും അതിന്റെ മൈനസ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിനകത്ത് പ്ലസ് ഉണ്ടെങ്കിൽ പ്ലസും പറഞ്ഞു തരും. പക്ഷെ ഇതിനകത്ത് പ്ലസ് ഒന്നുമില്ല. ഇത്രയും കെമിക്കലിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ ഇത്രയും ഒരു ഇച്ചിരി ക്യാബേജ് തിന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എന്തോ ഒന്നും പറ്റുമെന്ന്. അതുകൊണ്ട് ഇത് നിങ്ങൾക്കായിട്ട് വെച്ചേക്കാതെ ഈ കെമിക്കല്, ഈ ശരീരത്തിന് കൊള്ളാത്ത കെമിക്കല് ഇപ്പം ഞാൻ തന്നെ അങ്ങ് തിന്ന് തീർക്കാം. ബാക്കി നിങ്ങൾ നോക്കുക. പിന്നെ ടേസ്റ്റ് നല്ല ഇത് ഒബ്വിയസ് ഉണ്ട്. ഔട്ട്സൈഡ് ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അത് ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ വൃത്തിയായിട്ട് ഉണ്ടാക്കിയാണോ ഇല്ലയോ അത് മാറ്റർ ചെയ്യത്തില്ല. ഇതിനകത്ത് ടേസ്റ്റും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വാങ്ങിക്കും, തിന്നു. ആ സമയത്ത് എല്ലാവരും പറഞ്ഞു പോവാ ഇത് എത്ര അൺഹെൽത്തി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പം ഞങ്ങളുടെ മോൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇതിനി വല്ലതും ബാക്കി വെച്ചേക്കോ അതെ ഈ സീരിയൽ ടേസ്റ്റ് ഞങ്ങൾ കണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് തീർക്കുന്നു. പക്ഷെ ബാക്കി വെക്കുന്നുണ്ട്. അമ്മക്ക് ഇത് സൈഡിലോട്ട് മാറിയിട്ട് ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പ്രിയ വസ്തുവിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. ആ വസ്തുവാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചൈനീസ്. ഞങ്ങളുടെ ക്യാമറമാൻ ഇപ്പം ട്രെയിൻഡ് ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം കാണിക്കൂ എന്നൊക്കെ പറയണം. കണ്ടോ, ഇത് തന്നെ MSG എല്ലാ ചൈനീസ് ഫുഡിനകത്തുണ്ട് മിക്കവാറും. അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് നമുക്ക് നല്ലതായിട്ട് വന്നു. ഇതിനകത്ത് വേറെ എന്തോന്നുണ്ട്. ഇതാണ്ട് സോയാബീൻ ഇവിടുത്തെ ഇതിന്റെ പ്രത്യേകത. ഇതിനകത്ത് സോയാബീൻ ഉണ്ട്. എണ്ണ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ആവശ്യം പോലുണ്ട്. പിന്നെ അവിടെ ഇവിടെയായിട്ട് താണ്ട മസാലയുണ്ട്. ഇത് ഇച്ചിരി കാബേജ് കണ്ടോ, ഇതിനകത്ത് പിന്നെ ഇച്ചിരി കാണാം. ഇച്ചിരി കാബേജ്, ഇച്ചിരി കാപ്സിക്കം, കാപ്സിക്കം. പിന്നെ ഇത് എത്ര രൂപയായിരുന്നു? ഇത് 80. നമ്മുടെ നാട്ടിൽ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ വെറും ഇതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ ടേസ്റ്റ് നല്ലതാണ്. നമ്മുടെ നാട്ടിൽ കൊല്ലത്ത്, ബാക്കി എനിക്കറിയൂടാ, കൊല്ലം കരുനാപ്പള്ളി ഏരിയ കിട്ടുന്നത് ചൗമീനല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് എണ്ണ എല്ലാടെ കുതിരിട്ട് നമ്മളിങ്ങനെ എടുക്കുമ്പോഴേ അങ്ങനെയുള്ള പരിപാടി. അന്നേരം പക്ഷെ ഇത് അങ്ങനല്ല. ഇത് തിന്നാൻ നല്ല ടേസ്റ്റാ. 80 രൂപയുള്ളൂ. ഒരാൾക്ക് വയറ് നിറയും. ഇത് മോമോസ് അനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് തിന്നാൻ പറ്റും. അന്നേരം ഞാൻ ഇനി ഒന്ന് തിന്ന് നോക്കാം ഇതെങ്ങനെ ഇരിക്കുന്നു. ഇതിന്റെ ടേസ്റ്റ് ഞാൻ പറയാൻ പറ്റും. ഇച്ചിരി എരിവുണ്ട്. പിന്നെ എന്തോ ഒരു സോർ ടേസ്റ്റ് ഉണ്ട്. വിനേഗർ ഉണ്ട്. പിന്നെ സോയാ സോസ് ഇല്ലയോ, അതും ഇച്ചിരി സോർ ഇല്ലയോ, അതുകൊണ്ടാണ്. പിന്നെ ഇത് 5-6 ദിവസം പഴക്ക ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഇതിനകത്ത് MSG ഉണ്ട്. പക്ഷെ ഇത് ഞങ്ങൾ വാങ്ങിച്ച കടയിൽ MSG ഇട്ടാണ്. പഴക്കമുള്ളതല്ല. ഞാൻ അറിയുന്ന ഒരു പയ്യന്റെ കട സ്പെഷ്യലാണ് ഉണ്ടാക്കി തരുന്നതാണ്. ഇവിടത്തേക്ക് ഏറ്റവും നല്ല ചൗമീൻ കിട്ടുന്ന അവിടെ. അതുകൊണ്ട് അങ്ങനത്തെ ഹെൽത്ത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാതൊന്നും ഉണ്ടാക്കുന്നതല്ല, നല്ലോണം ഉണ്ടാക്കിയതാണ്. പക്ഷേ അവരിടേണ്ടത് എന്തോ ആയാലും ഇടും. അത് ബിസിനസ് അവരുടെ. നമുക്കതിപ്പം പിന്നെ ഇതിനകത്ത് ഈ സോയാബീൻ ഉണ്ട്, ഇച്ചിരി പ്രോട്ടീൻ ഉണ്ട്, മൈദ ഉണ്ടാണ്ട് ഒരുപാടുണ്ട്. മൈദ മെയിൻ കണ്ടന്റ് തന്നെ മൈദ. ഇതിനകത്ത് എല്ലാം മൈദ തന്നെ. മൈദ ഉണ്ട്. പിന്നെ ഇതിനകത്ത് വെജിറ്റബിൾസ് മാത്രം ഇച്ചിരി വീട്ടിൽ ഇയാൾ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെജിറ്റബിൾസ്. പിന്നെ അജിനമോട്ടോ ഇടത്തില്ല. ടേസ്റ്റ് ഒരു ഇതൊക്കെ ഇത് കണക്ക് തന്നെ ആയി വരും.
അജിനോമോട്ടോയുടെ ഒരു എന്തോന്ന് ഡിഫറൻസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. അന്നേരം ഇത് ഒന്നുകൂടെ ഞാൻ ഒന്ന് തിന്നു നോക്കാം ഇതെങ്ങനെ ഉണ്ടെന്ന് താണ്ട. വീട്ടിലുണ്ടാക്കുമ്പോഴേ ഞങ്ങൾ ഒത്തിരി ആവശ്യാനുസരിച്ച് ക്വാണ്ടിറ്റിക്കകത്ത് ക്യാബേജ്, സോയാബീൻ, ക്യാപ്സിക്കം, ഒണിയൻ എന്തെല്ലാം ഞങ്ങൾക്ക് തോന്നുമ്പോൾ എല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാം. അത് പിന്നെ പിള്ളേരൊക്കെ വേണ്ടി ഹെൽത്തി, ഞങ്ങൾക്ക് ഹെൽത്തിയാണ്. ഇത് ഹിന്ദിക്കാർ വരുമ്പോൾ ചാനൽ ഞാൻ ഹൈജാക്കിയല്ല, എൻ്റെ ഇടയ്ക്ക് സപ്പോർട്ട് ചോദിച്ചാൽ. കാരണം പുള്ളിക്ക് ചില സമയത്ത് അത്ര നല്ലോണം മലയാളം പിടിയെടുത്തില്ല, വിട്ടുപോകും. പിന്നെ എനിക്കും പുള്ളിക്കും ഞങ്ങൾ രണ്ടുപേരും അടുത്തുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല മനക്കരുത്താണ്, കോൺഫിഡൻസാണ്. ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് വേണ്ട യുദ്ധം ചെയ്തു, ഞാനും അത് തന്നെ. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഞങ്ങൾ ഒന്നായിട്ടിരിക്കുക, അല്ലാതെ ഇത് ഹൈജാക്ക് ഒന്നുമല്ല. അങ്ങനെ ദിവസേന നിങ്ങൾക്ക് ഇനി എൻ്റെ മോന്തയും കാണേണ്ടി വരും മിക്കവാറും. എന്നാൽ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അടിപൊളിയായിട്ടുള്ള ചൗമീൻ തിന്നുകൊണ്ട് ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. ബാക്കിയുള്ളൂ പറയാനുണ്ടോ? എന്തോ പറയട്ടെ ഇനി ഭഗവാനെ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഐറ്റം ആണ് ഞങ്ങളുടെ കേക്ക്. അത് അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോയിൽ ഈ രണ്ട് സാധനം നിങ്ങൾക്ക് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലും കഴിക്കുന്ന സാധനം എന്തുവാന്ന് കാണണമെന്നോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണമെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഞങ്ങൾ അതും വാങ്ങിച്ചുകൊണ്ട് വന്നു ഞാൻ തിന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നോർത്ത് ഇന്ത്യയില് നല്ല നല്ല സാധനങ്ങളുണ്ട് തിന്നാൻ വേണ്ടി. ഞാൻ നാട്ടിൽ കണ്ട് എത്ര സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചിക്കൻ മട്ടൺ മാത്രമുണ്ട്. ഇവിടെ ചിക്കൻ മട്ടൺ അല്ലാതെ വേറെ വേറെ സാധനങ്ങൾ ഒത്തിരി ഉണ്ട് തിന്നാൻ, വെറൈറ്റി ഉണ്ട്. ഞങ്ങളെ കൊല്ലം കരുനാപ്പള്ളിയെ പറ്റി പറഞ്ഞാ അവിടെ മിക്കവാറും നോൺ വെജ് കിട്ടുന്ന, പിന്നെ വെജ് കുറച്ച് കിട്ടും. സത്യം പറഞ്ഞ ഒരു ദോശ വാങ്ങിക്കാൻ, മസാല ദോശ അതും കിട്ടത്തില്ല. അല്ല, കിട്ടും. ചവറയെന്ന് കൊല്ലം വരെ പോകണം. ഒന്ന് ആലോചിച്ച് നോക്ക്, നല്ലൊരു മസാല ദോശ തിന്നാൻ ദോശയുടെ നാടായ കേരളത്തിൽ 25 കിലോമീറ്റർ പോകണം. അങ്ങനെ കുറച്ചെന്തോ ഉണ്ട്. പിന്നെ ചൗമീൻ വാങ്ങിച്ചു തിന്നു. അയ്യോ, അതൊരു സംഭവം തന്നെ ആയിരുന്നു. അത് വീഡിയോ കാണും ഇവിടെ പുറന്ന് ഞങ്ങൾ ഫാമിലിയായിട്ട് പോയത്, അതിൻ്റെ ഞാൻ എടുത്തിടുന്നുണ്ട്. പിന്നെ നല്ലതെന്ന് പറഞ്ഞാൽ അൽഫാം ചിക്കൻ, പോത്ത്, ബിരിയാണി, നല്ല റെസിപ്പീസ് അവിടെ കിട്ടും. മീൻ, അല്ല മീൻ, പിന്നെ പൊറോട്ട, കേരള പൊറോട്ട. അതെന്ന് പറഞ്ഞാൽ ചിക്കൻ, ബീഫ് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളെ വെജ് തിന്നാൻ വിചാരിക്കുമ്പോഴേ അത് അവിടെ പറ്റത്തില്ല. വെജ് കിട്ടും, സെലക്റ്റീവാ, അത്രേ ഉള്ള കാര്യം. പിന്നെ ഒത്തിരി ദൂരം. ഞങ്ങൾ ഒരു ദിവസം കൊല്ലത്ത് ഞങ്ങൾ ആഹാരം ഗ്രഹിച്ചൊരു രാത്രിയായി. ഇവിടെ ഏത് പാരാത്രിയും കിട്ടും. ഇപ്പം രാത്രി 1 മണിയായി. ഞങ്ങളൊരു 1 മണിക്കൂർ മുമ്പ് ഇത് ഓർഡർ ചെയ്ത് വാങ്ങിപ്പിച്ചത്. കേരളത്തിൽ ഞങ്ങൾ ഒരു ദിവസം പോയപ്പം ഒരു കിഴങ്ങ് കറി രാത്രിയിൽ, അതിപ്പോ എന്താണ് കേട്ടപ്പോഴേ ചിരി വരുന്നുണ്ടോ? എന്തുവായിരുന്നു? കൂർമ. അതൊരു കൂർമ തന്നെയായിരുന്നു. ആ കൊല്ലത്തൊരു സ്ഥലം ഉണ്ടല്ലോ, എന്ത് അവിടെ ആ ലോട്ടറി ടിക്കറ്റും ഒക്കെ വിൽക്കുന്ന കന്നേറ്റി മുക്കോ എന്തുവാന്ന് എനിക്ക് പ്രത്യേകം പേരെനിക്കറിഞ്ഞൂടാ. അവിടെ ആയിരുന്നു. അത് കഴിച്ച് ഞങ്ങളെല്ലാം വന്ന് വീട്ടിൽ കിടന്ന് ഛർദ്ദിക്കുകയും. അത് എങ്ങനെ എക്സ്പ്ലെയിൻ? കൂർമ നമ്മള് ജനിക്കുന്ന കൂർമ മീൻസ് കൂർമ ഞങ്ങള് നോർത്ത് ഇന്ത്യയിലെ എല്ലാവരും കൂർമ പറയുന്നു. ഞാൻ വിചാരിക്കുന്ന നാട്ടിലെ ആൾക്കാർക്ക് കൂർമ അറിയാൻ വയ്യ പറയാ, അതുകൊണ്ട് കൂർമ പറയുന്നു. ഞങ്ങൾ എക്സൈറ്റഡ് ആയിപ്പോയി ആ കൂർമ തിന്നാൻ ഇരിക്കുന്ന ഹോട്ടലിൽ. എന്തോ ക്യാരറ്റ് പൊട്ടാറ്റോ ഒരു വൈറ്റ് വെള്ളംക്കകത്ത് അതാണ് കൂർമ. അതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു, ലിറ്ററലി വെള്ളം. എന്നിട്ട് ഉരുളൻകിഴങ്ങ് 2 തക്കാളിയാണ് തോന്നുന്നു രാത്രി തിന്നാൻ. ഞങ്ങൾ രാത്രി നാട്ടിൽ പോകുമ്പോൾ അവിടെ കറങ്ങാൻ പോകും. അങ്ങനെ പറ്റിയ ഒരു അവസ്ഥ. എന്നാൽ ഇങ്ങനെ രസകരമായ സംഭവങ്ങളും ഇങ്ങനത്തുള്ള നല്ല ആഹാരങ്ങളും കൊണ്ട് എല്ലാ ദിവസവും അതല്ലെങ്കിൽ ആഴ്ച 2 ഞാൻ എന്റെ മോളെ രണ്ടും ഒന്നും വെച്ച് പറയണ, അയ്യോ ഇതെന്തുവാ പാനിക്കകത്ത് ആലു ഗാജർ. നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. രാത്രി ഒരുപാടായി. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെഷ്യൽ ഫുഡ് നോർത്ത് ഇന്ത്യയിലെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഈ ചൗമീൻ്റെ റെസിപ്പി വീട്ടിലുണ്ടാക്കി ഹെൽത്തി ചൗമീൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഫുൾ ഹെൽത്തി ആയിരിക്കത്തില്ല, മൈദ എന്തായാലും ഉണ്ട്. പക്ഷേ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും 100 മടങ്ങ് നല്ലതായിരിക്കും. റെസിപ്പി വേണം, അതും കമൻറ്റ് ചെയ്ത് പറയുക. എന്നാ ഇന്നത്തെ ചൗമീൻ ചേട്ടനെയും നമുക്ക് ഈ മോമോ ചേച്ചിയെയും തിന്നുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്താം.
നമസ്കാരം, നന്ദി.